അങ്കമാലിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 13 പേർക്ക് പരിക്ക്. ബസ് കാത്തു നിന്നവരെയും ബസ് ഇറങ്ങിയവരെയും നായ കടിച്ചു. ഗുരുതരമായി കടിയേറ്റ 2 പേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ ആന്റണി, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ഷാമിലി, ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ഈ തെരുവ് നായയുടെ കടി 13ഓളം പേർക്ക് ഏൽക്കേണ്ടി വന്നത്. അങ്കമാലി ബസ് സ്റ്റോപ്പിലെ സമീപത്തായിരുന്നു ഈ സംഭവം. അതായത് ബസ് ഇറങ്ങി വരുന്നവരെയും ബസ് കാത്തു നിൽക്കുന്നവരെയും തെരുവ് നായ കടിക്കുകയാണ് ഉണ്ടായത്. 11 പേരെ അങ്കമാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും നാളുകളായി അങ്കമാലിയിൽ തെരുവ് നായയുടെ ശല്യം രൂക്ഷമായിരുന്നു. എന്നാൽ ഇതിനെതിരെ വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ ബസ് കാത്തു നിൽക്കുന്നവരെയും ബസ് കയറാനെത്തിയ ആളുകളെയും എല്ലാം തെരുവ് നായ ഓടിച്ചിട്ട് കടിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് നാട്ടുകാർ ചേർന്നാണ് തെരുവ് നായയെ തല്ലി ഓടിച്ചത്. ആ സമയം വരെയും ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഒരു ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇപ്പോഴും വേണ്ടത്ര നടപടി ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതിയായി ഉള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായി 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 13 പേർക്കാണ് തെരുവ് നായയുടെ രൂക്ഷമായ കടിയേറ്റിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പറവൂരും തൃപ്പൂണിത്തുറയിൽ നിന്നുമെല്ലാം ഇത്തരത്തിൽ തെരുവ് നായയുടെ ആക്രമണം സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് അങ്കമാലിയിൽ 13 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റതായുള്ള വാർത്ത പുറത്തു വരുന്നത്. ഷാമിലി, ശരി, സഹിൻ വിവരങ്ങൾ നൽകിയത്. 10 പേർക്കാണ് നിലവിൽ ബസ് കാത്തു നിന്നവരെ. 13 പേരെ കടിച്ചു. അതിൽ 2 പേരുടെ നില വളരെ ഗുരുതരമാണ്. അവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് സഹിൻ റിപ്പോർട്ട് ചെയ്യുന്നത്.